ഹായ് ഫ്രണ്ട്സ്, ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നല്ലൊരു മഴയും മഞ്ഞും ഒക്കെയാണ്. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്, മഞ്ഞുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് വെയിലായിരുന്നു. ഇപ്പോഴാ വീണ്ടും ഒരു ചെറുതായിട്ടൊരു മഴയും ഒരു മഞ്ഞും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു ഇലയട ഉണ്ടാക്കാം. അതിനായിട്ടുള്ള പരിപാടിയാണ് രാവിലെ കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് അരി പൊടിച്ചു വെച്ചിട്ടുണ്ട്, 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഏത്തപ്പഴം കൂടി വേവിച്ചെടുക്കണം, അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. വേകാനായിട്ട് അതാണ് എളുപ്പം. ഏത്തപ്പഴം തീരെ എത്രയും ചെറുതാക്കാവോ അത്രയും ചെറുതായിട്ട് 2 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. തീ കത്തിച്ച് അരിപ്പൊടി നമുക്ക് വറുത്തെടുക്കാം. അരിപ്പൊടിയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉടനെ പലഹാരം ഉണ്ടാക്കാനായതുകൊണ്ട് അധികം മൂക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള മൂപ്പോട് കൂടി അരിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ചേർത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം കൂടി തിളപ്പിക്കാം, അരിപ്പൊടി കുഴയ്ക്കാനായിട്ട്. വറുത്ത പൊടി തിളച്ച വെള്ളത്തിലാണല്ലോ കുഴയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ശർക്കരപ്പാനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൽ ചോട്ടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. പറ്റി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് കുറേ നേരം ഇളക്കണം കേട്ടോ. കുറേ നേരം ഇളക്കിയാലേ ഇത് ഒന്ന് വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഏത്തപ്പഴം വേകണം. ശർക്കരപ്പാനിക്ക് അകത്ത് കിടന്ന ഏത്തപ്പഴം എല്ലാം വെന്ത് നന്നായിട്ട് പറ്റി വരണം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത്തപ്പഴ പാനിക്കകത്തോട്ട് കുറച്ച് ജീരകം കൂടി ചേർക്കാം. ശർക്കരപ്പാനി തേങ്ങായി ഏത്തപ്പഴം കൂടി ഇട്ടതിനകത്തേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. നമുക്ക് അപ്പോഴേക്കും അരിപ്പൊടിക്കകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചൂടുവെള്ളമല്ല കേട്ടോ, തിളച്ച വെള്ളമാണ്. അരിപ്പൊടിയിലേക്കും ചെറിയ സ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. ജീരകം പൊടിച്ചത് ചേർക്കുവാണെങ്കിൽ നല്ലൊരു മണവും രുചിയൊക്കെ വരും കേട്ടോ. ഈ തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാം. അധികം വെള്ളമാകാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അടയുടെ പാകത്തിന്, അട പരത്താനുള്ള പാകത്തിന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെങ്കിലേ പാകത്തിന് കിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഏത്തപ്പഴം ശർക്കര തേങ്ങ കൂട്ട് ഇതാ വെന്ത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി വരട്ടിയെടുത്തിട്ടുണ്ടേ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശർക്കരയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതാ വാഴയിലയുണ്ട്. ഈ വാഴയില നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ, പറമ്പിക്കുന്നല്ലേ. ഇനി അതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറേശ്ശെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇല മുഴുവൻ അങ്ങ് കവർ ചെയ്യുന്നത് പോലെ പരത്തിയാൽ മതി. ഒന്നുകൂടെ മടക്കേണ്ടതാണ്. അധികം കട്ടിയില്ലാതെ പരത്തുന്നതാണ് നല്ലത് വേകാൻ. അതിന് നടുവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകൂടി ചേർത്ത് അങ്ങ് മടക്കിയെടുക്കണം. അപ്പം നമ്മുടെ ഇലയട തയ്യാറായി കേട്ടോ. അതുപോലെ എല്ലാം ഇങ്ങനെ നമുക്ക് ഇലയിലേക്ക് അരിപ്പൊടി എടുത്ത് വെച്ച് പരത്തി അതിന് നടുക്ക് കൂട്ടും കൂടെ വെച്ച് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇഡലി പാത്രത്തിൽ വെച്ച് എല്ലാം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കണം. അരിപ്പൊടിയല്ല, ഇച്ചിരി വേഗം താമസിക്കും. അപ്പോൾ നമ്മുടെ ഇലയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇലയുടെ നിറമൊക്കെ മാറി ഇലയെല്ലാം വാടി, ഇല വാടിയ പിന്നെ വെന്തോന്നാണ് അതിനർത്ഥം കേട്ടോ. ഇല എല്ലായിടും വാടിയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. ആഹാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ
ഇലയട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഇത് കഴിക്കാൻ നല്ല സ്വാദാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഒരു ഇലയട നല്ലൊരു സ്വാദ്, സൂപ്പർ ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.